എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ക്ലിപ്പാണ്. ഇത് നമുക്ക് സെൻറ്റർ ക്ലിപ്പും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പാച്ചസ് നമുക്ക് ആവശ്യമാണ്. അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൻ്റെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തു. അതിലേക്ക് ഞാനൊരു 8 സെറാമിക് ഐ ഷേപ്പിലുള്ള സെറാമിക്കിൻ്റെ ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 8 ഞാൻ അവിടെ കൊടുക്കുകയാണ്. ആ ഒരു സർക്കിളായിട്ട് നമ്മൾ 8 കൊടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മളിപ്പോൾ 8 ഒരു സർക്കിൾ ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഒരു ഷേപ്പിൽ ഇരിക്കില്ല. അതിനൊന്ന് നമ്മളതെല്ലാം 8 സ്റ്റോണും നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് അധികം ടച്ച് ചെയ്യാതിരിക്കുക. കാരണം ഗ്ലൂ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഇളകി വരും. ഇതുപോലെ ആ നീഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റിക്ക് മേടിക്കാൻ കിട്ടും, അത് വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു സ്റ്റോണും കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ വലുതായിട്ട് വേണമെങ്കിൽ 8, 10, ഒരു 12 ഒക്കെ കൊടുക്കാം. അപ്പോൾ സെൻറ്ററിലുള്ള അതിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും കുറച്ച് വലുതായിട്ടുള്ളത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചില്ല, പക്ഷെ കട്ട് ചെയ്യുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മളത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. അതിൻ്റെ എഡ്ജൊക്കെ നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഉരുക്കിയെടുക്കണം. എന്നാൽ മാത്രമേ അത് നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗി, അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വൃത്തികേടായിരിക്കും കേട്ടോ, നേരെ കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ. അപ്പം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ വരും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഞാനിതിലേക്ക് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തു. അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒരു 3 വെച്ച് നമ്മൾ ഒരു എന്താ ഫുള്ള് വെക്കാതെ ഒരു ഇത്രയും നമുക്കത് പ്രസ് ചെയ്ത് നമുക്ക് ഹെയറിലൊക്കെ വെക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതിപ്പോൾ ഞാൻ സെറാമിക് എടുത്തതേ ഉള്ളൂ. നമുക്കിത് പല കളറിലും മാറ്റിൽ തന്നെ നമുക്ക് ഐക്കുന്തനുണ്ട്, നമുക്ക് ഗ്ലാസ് കുന്തൻ അവൈലബിൾ ആണ്. ഗ്ലാസ് കുന്തനൊക്കെ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ്ങിനൊക്കെ ചെയ്തെടുക്കുക. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്. നോക്കി, അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ ഹെയറിലൊക്കെ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ആക്സസറീസൊക്കെ ഇങ്ങനെ കാണുന്നതിനേക്കാളും ഭംഗിയാണ്. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഗ്ലൂ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെക്കുക. ഉടനെ എടുക്കരുത്. ഒരു ½ an hour അങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ട് ഒരു 5 minutes ഒക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് അത് ഡ്രൈ ആവും. എന്നാലും ഒരു അരമണിക്കൂർ വെച്ചിരിക്കുക. അത് പൂർണ്ണമായി ഡ്രൈ ആയതിനു ശേഷം എടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.